കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഗ്രീൻ ചിക്കൻ ബോളാണ്. പിന്നെ മുട്ടയും ചമ്മന്തിയൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു മുട്ട ചമ്മന്തി. ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള ഒരു പക്കോട കാണിക്കുന്നുണ്ട്. അത് സൂപ്പർ പക്കോടയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒനിയൻ പക്കോട അല്ലെങ്കിൽ പൊട്ടാറ്റോ പക്കോട അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് ചേർന്നിട്ടുള്ള ഒരു പക്കോടയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മുട്ട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുട്ട നല്ലതുപോലെ പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. 4 മുട്ട വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് 8 എണ്ണമാണ് തയ്യാറാക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ഒരു 7 അല്ലെങ്കിൽ 8 എണ്ണം വരെ എടുക്കാം. ചുവന്നുള്ളി അഥവാ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഏകദേശം 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ഒന്നും ആവണ്ട കേട്ടോ. ഒന്ന് നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ചമ്മന്തി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട എടുത്തിട്ട് ഓരോന്നും 2 ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെറിയ ചെറിയ സ്നാക്കായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുട്ട 4 ആയിട്ട് കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഓരോ മുട്ടയിലെയും മഞ്ഞ നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മഞ്ഞ മാത്രമായിട്ട് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ചമ്മന്തി മുട്ടയുടെ മഞ്ഞയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിവിടെ മാറ്റി വെച്ച ഈ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അത് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചമ്മന്തിയും മുട്ടയുടെ മഞ്ഞയും കൂടി മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. കുറച്ച് നിറയെ വെച്ചോളൂ കേട്ടോ, കാരണം ചമ്മന്തിയും കൂടി ആയപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ട മഞ്ഞ ഉണ്ടായതിനേക്കാളും കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഓരോന്നും വെച്ച് കൊടുത്താൽ മതി. മുഴുവൻ മുട്ടയും ഇതേപോലെ തയ്യാറാക്കി വെക്കുക. ഇനി നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വരെ പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർക്കുക. നമ്മുടെ മാവിന് എത്രയാണോ കട്ടി ആവശ്യം അതിനനുസരിച്ച് മൈദ ചേർക്കുക. എന്നിട്ട് കുറച്ചൊരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് നമ്മുടെ ബോണ്ട ഉണ്ടാക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, ആ ഒരു രീതിയിലാക്കാം. ഇനി അല്ലെങ്കിൽ ഒരല്പം കൂടി ലൂസായിട്ട് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ബോണ്ട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ മുട്ടയും ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട ഇതിലേക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട മാവിൽ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ എണ്ണയിൽ മുട്ട ഇടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാവ് കൊണ്ട് മുട്ട നല്ലതുപോലെ കവർ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ എണ്ണയിൽ മുട്ടയുടെ ആ ഒരു വെള്ള തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ 3 മുട്ട ഒരേ സമയം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മൈദ മാവിന് പകരം നമ്മുടെ മുട്ട സിർക്കയുടെ മാവുണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യലുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ മൈദക്ക് പകരം അരിമാവ് വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തെ വശവും കൂടി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മുട്ട കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചിയേറിയ മുട്ട ചമ്മന്തി എളുപ്പത്തിലൂടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന ഗ്രീൻ ചിക്കൻ ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ നല്ല ഗ്രീൻ കളറിലുള്ള ചട്നി ചേർക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കം ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ കളറാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിതിന് ഗ്രീൻ ചിക്കൻ ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് കട്ട് ചെയ്ത് പ്രഷർ കുക്കറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെന്ത ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് ഉടച്ചെടുത്ത് വെക്കുക. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നത്. വേറൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ബ്രെഡോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലാണ് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കണം. ഞാനിവിടെ 2 ബ്രെഡിൻ്റെ പീസ്, 2 വലിയ ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ പകുതി ചേർത്തിട്ട് കുഴച്ച് നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പാകത്തിൽ കുറച്ച് ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൽ എണ്ണ കുടിക്കും. ഇതിപ്പോൾ ഞാൻ പകുതി ബ്രെഡ്, അതായത് ഒരു ബ്രെഡോളം ചേർത്തപ്പോൾ തന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി പകുതി ബ്രെഡ് ക്രംസ് ഞാൻ ചേർക്കുന്നില്ല. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം വെന്ത ചിക്കൻ ഞാൻ അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ പൊടിയായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ഒരു ബൗളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്കൊരു ചെറിയ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 2-3 ടേബിൾ സ്പൂൺ വരെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചട്നി തയ്യാറാക്കണം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പുതിന ഇലയും 1/2 കപ്പ് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവാളയാണ്. ഒരു സവാളയുടെ 8-1 മറ്റോ ഉണ്ടാവുള്ളൂ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ പകുതി, ഒരു വലിയ അല്ലി വെളുത്തുള്ളിയുടെ പകുതി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ മധുരം കുറച്ചേ വേണ്ടുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ തൈര് ചേർക്കുന്നില്ല കേട്ടോ, ആ ഒരു വ്യത്യാസമുണ്ട്, തൈര് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഗ്രീൻ ചട്നി, നമ്മൾ തയ്യാറാക്കിയ ഗ്രീൻ ചട്നി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ്, ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്നാക്സിൽ നിന്നും കളറിലൊരു വ്യത്യാസം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്, എല്ലാം കൂടി ഒരുപോലെ നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഉരുളക്കിഴങ്ങ് മിക്സിൽ നിന്നും ഒരു വലിയ ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഉരുളയുടെ വലിപ്പം നിങ്ങൾക്ക് സ്നാക്സിൻ്റെ വലിപ്പം എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു വലിയ ഉരുള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. ഫില്ലിംഗ് നമുക്ക് പറ്റുന്ന അത്രയും വെച്ച് കൊടുക്കാം, എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നന്നായിട്ട് അതങ്ങ് കവർ ചെയ്തെടുക്കണം.
നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം നല്ല സ്മൂത്താക്കി നല്ല റൗണ്ടിലുള്ള ബോൾസാക്കി എടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ മുഴുവൻ ചിക്കൻ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മുട്ടയുടെ വെള്ളയും ബ്രെഡ് ക്രംസും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ നേരത്തെ പൊടിച്ച് ബാക്കി വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഓരോ ബോൾസും എടുത്തിട്ട് ആദ്യം ഈ മുട്ടവെള്ളയിലും പിന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ആദ്യം ഒരു 3-4 ബോൾസ് ഇതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ മുകളിലേക്ക് മുട്ടയെ വെള്ളയിൽ മുക്കിയിട്ട് വെക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവൻ ബോൾസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. ആ ഒരു പേടിയേ വേണ്ട. തീരെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്സാണിത്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് സമയം ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതിൽ എല്ലാ ഐറ്റംസും വെന്തതാണ്. ആ പുറം ഭാഗത്തുള്ള ആ ഒരു ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മാത്രം മതി. തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് നല്ല പോലെ കട്ടിയാക്കി എടുത്താൽ മതി, എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ ബോൾസും കൂടി ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 9 ബൗൾസാണ് കേട്ടോ നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഫില്ലിംഗ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളറും ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു നമ്മുടെ ഗ്രീൻ ചട്നിയുടെ ചെറിയൊരു മധുരവും മയണൈസിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നല്ലൊരു വെജിറ്റബിൾ പക്കോട തയ്യാറാക്കി എടുക്കാം. കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ്, നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് ചേർത്തിട്ട് നല്ല അടിപൊളി വെജിറ്റബിൾ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ക്യാബേജ് കട്ട് ചെയ്തത് ചേർക്കാം. ക്യാബേജ് നേരിയതായിട്ട് നീളത്തിലരിഞ്ഞത് ഏകദേശം 1.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രോസൺ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ച് വേവിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വരെ ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മൈദ കുറഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് കൂടി മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ തീരെ കുറവായി കഴിഞ്ഞാൽ നമ്മുടെ പക്കോട വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ മൈദ വീണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എണ്ണ നല്ലപോലെ ചൂടാക്കി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സാധാരണ പക്കോട ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് കയ്യിലെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചട്ടി നിറയെ ഞാൻ ഈ പക്കോടയുടെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ മുട്ട ചേർത്തതുകൊണ്ട് കുറച്ച് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ മൊരിച്ചെടുക്കാം. പക്കോടയുടെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം വല്ലാണ്ട് കൂട്ടി കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പക്കോടയുടെ രണ്ട് വശവും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി മാറിയിരിക്കുകയാണ്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് പക്കോട. എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പക്കോടയും കൂടി നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ചൂട് വെജിറ്റബിൾ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട കൂടി ചേർത്തതുകൊണ്ട് നല്ല രുചിയാണ്. നമ്മൾ ചൂട് ചായയുടെ കൂടെ അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പക്കോട റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്